പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കാറുണ്ടോ? അതോ ഭക്ഷണം നിങ്ങളെ നിയന്ത്രിക്കാറുണ്ടോ? നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കുന്നതും നിങ്ങളെ ഭക്ഷണം നിയന്ത്രിക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈറ്റിംഗ് ഡിസോർഡർ എന്നത്. നിങ്ങൾക്കറിയാം, ആഹാരവും നമ്മുടെ ആരോഗ്യവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് ആഹാരവും മാനസികാരോഗ്യവുമായിട്ട് നല്ല ബന്ധമുണ്ട്. അതെ, ഭക്ഷണം കഴിക്കുമ്പോൾ വിചിത്രമായ ചിന്തകളും അതിനെക്കുറിച്ചുള്ള കുറേ സങ്കല്പങ്ങളും അതെല്ലാം ചേർന്ന് കൃത്യമായില്ലാത്ത രീതിയിലും നിയന്ത്രണമില്ലാത്ത രീതിയിലും മുന്നോട്ട് പോകുന്ന ആഹാരം കഴിക്കുന്നതാണ് ശരിക്കും ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് ഒട്ടും സയൻറ്റിഫിക് അല്ലാതെ അശാസ്ത്രീയമായിട്ട് ഡയറ്റിംഗ് ആണെന്നുള്ള ധാരണയിൽ ആഹാരം കുറയ്ക്കുക, അല്ല അത് ഏതെങ്കിലും തരത്തിലൊക്കെ കുട്ടികളെ കാണിക്കുക, അങ്ങനെ ഭക്ഷണം കഴിച്ച് ഒരുപാട് ആളുകൾ അങ്ങനത്തെ ഡിസോർഡറുകൾ അനുഭവിക്കുന്നുണ്ട്. അതെ, പ്രധാനമായിട്ടും ഡിസോർഡറുകൾ 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തേത് അനോറെക്സിയ നെർവോസ എന്ന് പറയും. അതായത് നല്ല ആഹാരം ധാരാളം കാണുന്നു, നല്ല വിശപ്പുണ്ട്, കഴിക്കാനായിട്ട് ആകാശപൂർവ്വം ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്നൊരു ഭയം വരിക, അയ്യോ ഞാനിത് കഴിച്ചാലേ എൻ്റെ ശരീരഭാരം കൂടത്തില്ലേ, വണ്ണം വെക്കും, എനിക്ക് അമിതമായിട്ട് വണ്ണം വെക്കും, പോരാതെ എൻ്റെ ശരീര സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. ആ ഒരു ഭയം കയറി വരും അല്ലേ? ഭയം കയറി വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കഴിക്കാൻ പറ്റത്തില്ല, അഥവാ കഴിക്കാൻ ശകലം എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തുക. ഇപ്പം നോക്കി, ഇവിടെ എന്താ സംഭവിച്ചേ? ഇത്തരം ആൾക്കാരെ നിയന്ത്രിക്കുന്നത് ഭക്ഷണം. അതെ അതെ. ഇനി രണ്ടാമതായിട്ട് ബുലീമിയ നെർവോസ എന്ന് പറയും. നല്ല ഭക്ഷണം ധാരാളം കണ്ടു കഴിയുമ്പോഴേ ഒരാവേശത്തിന് ധാരാളം ഒന്ന് കഴിക്കുക. അതെ, കഴിക്കുന്നതിന് ഒരു ചിന്തയില്ല, പക്ഷെ കഴിച്ച് കഴിയുമ്പോഴാണ് പശ്ചാത്താപം തുടങ്ങും, അയ്യോ അത്രയും നേരം ഒരു കുഴപ്പമില്ലാതെയാണ് നിറച്ച് കഴിക്കുന്നത്. പക്ഷെ ആ സെക്കൻഡിൽ, കഴിച്ച് കഴിയുന്ന സെക്കൻഡിൽ, അയ്യോ ഞാൻ കൂടുതൽ കഴിച്ചു പോയല്ലോ, ഇനി എന്താ ചെയ്യുന്നത്? ഉടൻ തന്നെ ഉപവാസം ആരംഭിക്കും. 2-3 നേരം ഉപവാസം, അല്ലെങ്കിൽ ദിവസം ഉപവാസം. ഇനി അത് പോരാത്തതിന് ചിലർ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യും, അമിതമായിട്ടുള്ള രീതിയിൽ വ്യായാമം ചെയ്യും. അപ്പോൾ ഒന്ന് ആലോചിച്ച്, സയൻറ്റിഫിക്കായിട്ട് ഭക്ഷണം കഴിച്ചില്ല, സയൻറ്റിഫിക്കായിട്ട് വ്യായാമം ചെയ്തില്ല, അതുപോലെ ഒട്ടും സയൻറ്റിഫിക്കായിട്ടല്ല ഈ ഉപവാസം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയും നയിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് അവരുടെ ഈ ഭക്ഷണം തന്നെ. അതെ. ഇനി മൂന്നാമതായിട്ടുള്ളത് ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയും. സ്വയം ഞാൻ ഡയറ്റിലാണ്, ഞാൻ ഒന്നും കഴിക്കുന്നില്ല എന്നൊരു തോന്നൽ, മറ്റുള്ളവരെ ബോധിപ്പിക്കണമെന്നൊരു ആവേശം, ഇത് കാരണം കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ല. എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാതെ ഒറ്റയ്ക്ക് മാറി ഒളിച്ചു കഴിക്കുന്നത് പോലെ ഒരുപാട് ഭക്ഷണം പെട്ടെന്ന് വാരി അങ്ങ് തിന്നും. അങ്ങനെ തിന്നുമ്പോഴും ഫലത്തിൽ ആ ഭക്ഷണം പ്രയോജനം ചെയ്യുന്നില്ല. നോക്കിയേ, ഇപ്പോഴും ഭക്ഷണമല്ലേ അവരെ നിയന്ത്രിക്കുന്നത്. അതെ, അങ്ങനെ വരുമ്പം ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയ നമുക്കിത് നിയന്ത്രിച്ച് പോകാവുന്നതേ ഉള്ളൂ ഈ ഈറ്റിംഗ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന് കാരണമെന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം കുറയുന്നതാണ്, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതാകുന്നതാണ്. പിന്നെ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ അതും വളരെയധികം ഉണ്ടാവും. പിന്നെ ഫാമിലിയിൽ തന്നെ ഒരു കമ്പാരിസൺ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പെർഫെക്റ്റ് ബോഡി എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതിലേക്കുള്ളതും ഈ ഒരു ഈറ്റിംഗ് ഡിസോർഡറിലോട്ട് നയിക്കും. പിന്നെ മാനസികമായിട്ട് പ്രശ്നമുള്ളവരോ ചില ട്രോമയൊക്കെ ഉള്ളവരോ അവരെയും ഈ ഈറ്റിംഗ് ഡിസോർഡറിലേക്ക് നയിക്കാൻ കാരണമാകും. ഇത് പരിഹരിക്കാൻ പറ്റിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ സ്വപ്നം ശ്രദ്ധിച്ചാൽ മതി. ഓരോരുത്തരുടെയും സ്വന്തം ആരോഗ്യം, സ്വന്തം ശരീരഭാരം, അല്ലെങ്കിൽ സ്വന്തം പ്രായം, ഇതെല്ലാം ഒന്ന് പരിഗണിച്ച് എന്താഹാരം കഴിക്കണം, അത് എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതെ, അതിന് വേണമെങ്കിൽ ഒരു നല്ല വിദഗ്ധനെ, ഒരു ഡയറ്റീഷ്യനെ കണ്ട് നമുക്കതിൻ്റെ ഒരു ബാലൻസ്ഡ് ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ആ രീതിയിലുള്ളൊരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പം അതിനകത്ത് ഭയക്കേണ്ട കാര്യം വരുന്നില്ല. ആഹാരം കഴിക്കുന്നതിന് നമുക്ക് സന്തോഷമായിട്ട് സമാധാനത്തോടു കൂടി ധൈര്യത്തോടു കൂടി നമുക്ക് ആഹാരം കഴിക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭക്ഷണത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഭക്ഷണം നമ്മളെ നിയന്ത്രിക്കുകയല്ല, നമ്മൾ ഭക്ഷണത്തെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് നല്ലപോലെ ആഹാരം കഴിക്കാൻ പറ്റും, നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാകും, ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള ഒരു മനസ്സും ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാവരും നല്ല ആരോഗ്യമുള്ള മനസ്സോടുകൂടി കഴിയട്ടെ. നന്ദി, നമസ്കാരം.